അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷത്തെ വിഷു കൈനീട്ടം ബാങ്കിൽ നിന്നുള്ള ശമ്പളം വാങ്ങിക്കൊണ്ടും അതുപോലെ അപ്പോയിൻമെന്റ് ലെറ്റർ കണി കണ്ടുകൊണ്ടും നമുക്ക് ഉണരാനായിട്ട് സാധിക്കും. സാധാരണ എപ്പോഴും ഞാൻ വിഷു കൈനീട്ടം വാങ്ങാറാണ് പതിവ്. പക്ഷെ ഈ തവണ അതിന് വിപരീതമായിട്ട് ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷു കൈനീട്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. Download now CC Learning app. ഇന്ന് വിഷു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് CC ബാങ്കിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സാറേ, വിഷുവായിട്ട് സാറിന്റെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? വിഷു എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് ഉള്ളത്. ഒരു നാട്ടുമ്പുറത്തുകാരൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വിഷു കണിയിൽ നിന്ന് തുടങ്ങാം അല്ലേ. വിഷു കണി ആദ്യം കാണുക, രാവിലെ എണീറ്റ സമയത്ത് തന്നെ വിഷുക്കണി കാണുക, ഭഗവാനെ കാണുക. പിന്നീട് പറയാനുള്ള ഒന്നാണ് കൈനീട്ടം അല്ലേ. വിഷു കൈനീട്ടം എല്ലാവരുടെ നിന്നും വിഷു കൈ, അതായത് മുതിർന്നവർ അവർക്ക് ഇളയ ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നു, വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. കാരണം വിഷുവിൻ്റെ അന്ന് മാത്രമല്ല, തലേ ദിവസം അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, പടക്കങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങും. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കുറച്ചുകൂടി ഗംഭീരമായിട്ട് പടക്കങ്ങളും മത്താപ്പ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊട്ടിക്കുകയും കത്തിയൊക്കെ ചെയ്യും. പിന്നീട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗംഭീരമായ വിഷു സദ്യ ഒരുക്കലാണ്. അതാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് ദൂരെ താമസിക്കുന്നവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വന്ന് ഒന്നായിട്ട് എന്ത് ചെയ്യും, ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ കഴിച്ച് അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഒന്നായിട്ട് ഇറങ്ങുകയും ഓരോരോ വീട്ടിലൊക്കെ കയറി പടക്കം പൊട്ടിക്കാനും പായസം കുടിക്കാനും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഒരുപാട് ഓർമ്മകളാണ് ഒരു വിഷു എന്ന രീതിയിൽ നമുക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നൊരു മധുരമായ ഓർമ്മകൾ തന്നെയാണ് എന്ത് വരുന്നത് ഈ ഒരു വിഷു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരും. സാറിന് എങ്ങനെയാണ്? സാറ് മധുരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പായസത്തിൽ നിന്നും തുടങ്ങാം. പായസം അതുപോലെ തന്നെ വിഷു കൈനീട്ടം, ഇത് രണ്ടുമാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള വിഷു ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കൈനീട്ടം ചോദിച്ച് അതെ, കിട്ടാത്ത കാര്യങ്ങൾ, അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചോദിച്ചു വാങ്ങണം. അപ്പൊ വിഷു കൈനീട്ടം കൃത്യമായി ഞാൻ ചോദിച്ചു വാങ്ങുന്ന ആളാണ്. അതുപോലെ തന്നെ മധുരം ഇഷ്ടമായതുകൊണ്ട് തന്നെ പായസം ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള മധുരമുള്ള ഓർമ്മ തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ സാറേ, വിഷു എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു വരുന്ന വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പിന്റെ അല്ലെങ്കിൽ വരുന്ന വർഷത്തേക്കുള്ള ഒരു കരുതലിന്റെ സമയമാണ്. അതുപോലെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CSEB ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വരുന്ന വർഷങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട ഒരു സമയം തന്നെയാണ്. അതായത് ഈ വർഷത്തെ വിഷു കൈനീട്ടം കൊണ്ട് അവര് ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വിഷു കണി എന്ന് പറയുന്നത് അവരുടെ അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ലെറ്റർ ആയിരിക്കും. അപ്പം എന്ത് ആഘോഷമായിക്കൊള്ളട്ടെ, നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു വർഷം അടുത്ത ഒരു വിഷു കാലം വരെ നമുക്ക് ഏപ്രിൽ മാസം വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷത്തെ വിഷു കൈനീട്ടം ബാങ്കിൽ നിന്നുള്ള ശമ്പളം വാങ്ങിക്കൊണ്ടും അതുപോലെ അപ്പോയിൻമെന്റ് ലെറ്റർ കണി കണ്ടുകൊണ്ടും നമുക്ക് ഉണരാനായിട്ട് സാധിക്കും. അപ്പം എന്ത് ചെയ്യണം, കൃത്യമായി പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ ഒരു സാർ വിഷുക്കണിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പുതിയൊരു ജോലി അല്ലെ, ഒരു പുതിയ ജോലി കണി കാണുന്ന അല്ലെങ്കിൽ കണി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട് അല്ലെ. ചെറുപ്പക്കാരന്മാരായിട്ടും അതേപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ ഒരുപാട് നമ്മൾക്ക് ഇടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു നല്ലൊരു പ്രിപ്പറേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാറ്റം അല്ലെങ്കിൽ നല്ലൊരു നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കൂടി പറ്റും അല്ലേ സാറേ. അത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ചിലപ്പോൾ മുങ്ങിപ്പോവാതെ അവരെ പഠനം കൂടി എന്ത് ചെയ്യുക, ആഘോഷങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകുമ്പോഴായിരിക്കും അതിന് കൂടുതൽ എന്തുണ്ടാവുന്നത്, മധുരമായി തീരുന്നത്. കാരണം ഏപ്രിൽ 25-നാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം വരുന്നത്. അതെ, വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. അതിൻ്റെ ഇടയിൽ വിഷു വരുന്നു, കുറച്ച് ആഘോഷങ്ങൾ കഴിഞ്ഞു പോയി. ഈ ഒരു ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി നേടുക എന്ന് തന്നെയാണ്. അപ്പം സാറിന് വിഷുവായിട്ട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ജൂനിയർ അക്കൗണ്ടിനെ പറ്റിയിട്ട് രണ്ട് കാര്യങ്ങൾ വേണം സംസാരിക്കാം. കാരണം 25-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഹോൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവരോട് ജസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ലൊരു പ്രിപ്പറേഷൻ നടത്തുക. അതേപോലെ തന്നെ അധികം പാനിക് ആകാതെ, ചില ആൾക്കാരൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ വേർത്ത് തല ചുറ്റുന്ന ഒരുപാട് പേര് നമുക്കറിയാം അല്ലേ. അത് അവരുടെ ആ എക്സാമിനോടുള്ള ചില കൂടുതൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷൻ മുത്തിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ തെറ്റിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾക്കിടയിലുണ്ട്.
അപ്പോൾ നിങ്ങൾ തീരെ ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നല്ലൊരു എക്സാം ആയി തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങൾ അത്രയ്ക്കുള്ള പരിശീലനം എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് പറയാനുള്ളത്. പിന്നെ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആ മാനേഴ്സ് തന്നെ കൊണ്ടുപോകുക, പെന്നും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്ത് കൊണ്ടുപോയി നല്ല രീതിയിൽ ടെൻഷൻ അടിക്കാതെ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ സാറേ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ നമുക്ക് സാറ് വിഷുക്കൈ നീട്ടം 2-3 പ്രാവശ്യം പറഞ്ഞു. അതെ, നമുക്ക് നമ്മളെ കുട്ടിയൊക്കെ എന്തെങ്കിലും വിഷുക്കൈ നീട്ടം കൊടുക്കണ്ടേ? സാധാരണ എപ്പോഴും ഞാൻ വിഷു കൈനീട്ടം വാങ്ങാറാണ് പതിവ്. ഇത്തവണ അതായത് എപ്പോഴും വിഷു കൈനീട്ടം കൊടുക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറാറുണ്ട്. പക്ഷെ ഈ തവണ അതിന് വിപരീതമായിട്ട് ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷു കൈനീട്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ എക്സാം ബാച്ച് വിഷുവിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്നോട് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഇനി നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമുകൾ വരുമ്പോൾ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതായത് കട്ട് ഓഫിന്റെ അടുത്തെത്തിയിട്ടും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റാതെ പോയ ആളുകളാണ് ഈ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്, അതായത് വലിച്ചു വാരി പഠിക്കാതെ ഏറ്റവും കോർ ഏരിയ അല്ലെങ്കിൽ എക്സാമിന് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാച്ചാണ് നമ്മുടെ എക്സാം ബാച്ച് എന്ന് പറയുന്നത്. എക്സാം ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നാളെ തന്നെ നമ്മുടെ എക്സാം ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷു കൈനീട്ടം. അതുകൂടാതെ നമ്മുടെ ഒരു 6 മന്തിന്റെ ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു, ഒരു വർഷക്കാലമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിന്റെ ഒരു പകുതി 6 മാസത്തേക്കുള്ള ഒരു ബിഗിനേഴ്സ് ബാച്ചാണ്. അതായത് ഈ വരുന്ന വർഷം, അതായത് ഈ വർഷം ഡിഗ്രി പാസ് ഔട്ട് ആവുന്ന ആളുകൾ, അതുപോലെ തന്നെ JDC HDC കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർ, അതുകൂടാതെ ഇനി ബ്രേക്ക് വന്നിട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ച് 6 മാസത്തെ ബാച്ചാണ്. അപ്പോൾ ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഞാൻ നൽകുന്ന ഏറ്റവും വളരെ വിലപ്പെട്ട വിഷു കൈനീട്ടം എന്ന് പറയുന്നത്. കാരണം പണത്തിന്റെ മൂല്യത്തിനേക്കാൾ കൂടുതൽ അവർക്ക് അവരുടെ കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ഒരു വിഷു കൈനീട്ടമായിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഇത്രയാണ് സാറേ ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സാറിന്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്തു, വലിയൊരു വിഷു കൈനീട്ടം കൊടുത്തു. അപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലെ അവർ ചോദിക്കൂലേ സാർ എന്താവും തരാത്തെന്ന് ചോദിക്കില്ലേ? അപ്പോൾ മക്കളെ, നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാനായിട്ടും അവർക്ക് കൂടുതൽ പരിശീലനം നൽകാനുമായിട്ട് വേണ്ടി നമ്മളൊരു മാരത്തോൺ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഫൈനൽ ടച്ച് മാരത്തോൺ ആയിട്ട്. അതായത് നമുക്കറിയാം 10 മൊഡ്യൂളുകളാണുള്ളത്. നമ്മളെ ഫാക്കൽറ്റീസിനെ ഇവർക്കറിയാം, കാരണം നമ്മൾ എന്താണ് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടതാണ്. അപ്പോൾ നിശ്ചിതമായൊരു ഇടവേളകൾ, നിശ്ചിതമായ സമയത്ത് ഓരോരോ മൊഡ്യൂളുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത്, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് പഠിച്ച് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള അതിലെ MCQs, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അതിലെ MCQs ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈനൽ ടച്ച് മാരത്തോൺ നാളെ, അതായത് ഏപ്രിൽ 16 നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അറിയാം, അതിലെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുപരിചിതമായ ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, മിസ്സാക്കരുത്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നാളെ ഒരു ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എല്ലാ മൊഡ്യൂളിൻ്റെയും, അതായത് നമ്മൾ പഠിക്കുന്ന 10 മൊഡ്യൂളിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏരിയകളും അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും, അതും പലതരത്തിൽ, അതായത് MCQ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അസേഷൻ, റീസൺ എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ മാരത്തോൺ. അപ്പോൾ ആ മാരത്തോൺ എപ്പോഴാണ്? നാളെയാണ്. മറന്നു പോകണ്ട. നാളെ രാവിലെ മുതൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് എനിക്ക് തരാനുള്ള വിഷു കൈനീട്ടം. അപ്പോൾ നമ്മൾ വിഷു കൈനീട്ടം കൊടുത്തു. ഇനി നമുക്ക് ഒരുമിച്ചൊരു വിഷു ആശംസകളോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതെ. അപ്പോൾ ഒരിക്കൽ കൂടി ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെയും CC ബാങ്കിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. Download now CC Learning app.